മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് താൽക്കാലിക വിരാമമിട്ടുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ വെടിനിർത്തലിന് ശേഷവും കാര്യങ്ങൾ വീണ്ടും വഷളാകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇരുകൂട്ടരും വീണ്ടും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന വാർത്ത പുറത്തു വന്നതാണ് വീണ്ടും ഭീതിക്ക് കാരണമായിരിക്കുന്നത്. അതിനിടെയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നും പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെ വധിക്കാനുള്ള ശ്രമം ഇസ്രായേൽ സേന തകർത്തുവെന്നാണ് വിവരം. ഇസ്രായേൽ കാറ്റ്സിൻ്റെ വസതിക്ക് സമീപത്തു നിന്നും സ്ഫോടക വസ്തുക്കളുമായി ഒരു ഇസ്രായേൽ പൗരൻ പിടിയിലായതോടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഇയാൾ ഇറാൻ ചാരനായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രിയെ വധിക്കാനുള്ള നീക്കം പൊളിച്ചുവെന്നുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. ശത്രുരാജ്യത്തെ പൗരന്മാരെ വിലക്കെടുത്ത് അവരെ കൊണ്ട് തന്നെ പകവീട്ടുന്ന മൊസാദിൻ്റെ ശൈലിയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് അമേരിക്കയുടെ ഇടപെടലോടെയായിരുന്നു. ഇറാൻ ആണവശക്തിയായി ഉയർന്നു വരുന്നതിനെ അമേരിക്ക വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഇറാൻ്റെ ആണവ വളർച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തിയത്. എന്നാൽ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയാണ് ഇറാൻ ഇതിന് പകരം വീട്ടിയത്. ഇനി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് വെടിനിർത്തൽ എന്ന തൻ്റെ പതിവ് അടവ് നയം പുറത്തെടുത്തു. ഇതോടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തു. ഖത്തറിലെ തങ്ങളുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഇനി ഇറാനെതിരെയുള്ള ആക്രമണം തങ്ങൾക്ക് വൻ തിരിച്ചടിയായേക്കാമെന്നും അമേരിക്ക ഒന്നാമത് എന്ന തൻ്റെ നയത്തിന് കോട്ടം തട്ടിയേക്കാമെന്നും ട്രംപ് വല്ലാതെ ഭയപ്പെട്ടു. ഇതായിരുന്നു വെടിനിർത്തലിന് പിന്നിലെ പ്രധാന കാരണം. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സൈനിക നടപടിയിൽ 2025 ജൂൺ 21 ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണം ഉൾപ്പെട്ടിരുന്നു. അമേരിക്കയുടെ B-2 ബോംബറുകളും ശക്തമായ 3000 പൗണ്ട് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്ററുകളും ഇറാൻ്റെ ഭൂഗർഭ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ട് പാഞ്ഞെങ്കിലും അവയൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല. ഇതോടെ അമേരിക്കയ്ക്കെതിരെ ഇറാൻ വേഗത്തിൽ പ്രതികാര നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ അയവ് വന്നിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ സമാധാനപരമായും അധികം മുന്നോട്ട് പോകാനിടയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ്റെ ആക്രമണങ്ങളെ തടയാനും അതേസമയം ഒരു പൂർണ്ണമായ യുദ്ധം ഒഴിവാക്കാനും ശ്രമിക്കുന്ന അമേരിക്ക ഒരു സന്തുലിതാവസ്ഥയാണ് പിന്തുടരുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതി സമാധാന ലക്ഷ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആസൂത്രിത ആക്രമണങ്ങൾ നടത്തിയത്. 9 ആണവ ബോംബുകൾ നിർമ്മിക്കാനാവശ്യമായ യുറേനിയം ഇറാനിൽ ഇതിനകം ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഫോർദോ ആണവ നിലയത്തിൽ അമേരിക്ക ബോംബാക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അതിനിടെ ഇറാനിലെ ഉന്നത ഷിയ പുരോഹിതനായ ആയത്തുള്ള നാസർ ഷിറാസി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ദൈവത്തിൻ്റെ ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ച് ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയ ഇരു നേതാക്കളെ ഒന്നിച്ച് താഴെയിറക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ഈ ഫത്വ ആഹ്വാനം ചെയ്യുന്നു.